വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്ന സെക്ഷനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക. അപ്പോൾ പ്രധാനമായിട്ടും 4 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒന്ന്, എന്താണ് വെക്റ്റർ ഫീൽഡ്സ്, അതിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്താണ്, വാട്ട് ഇറ്റ് മീൻസ് ഫിസിക്കലി. അപ്പോൾ വെക്റ്റർ ഫീൽഡിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ, ആൻഡ് ദെൻ ഡൈവേർജൻറ്റ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്, ആൻഡ് കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ്, ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ്. അപ്പോൾ ഈ 4 ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. Alright, so first let's see what is a vector field. Okay, അപ്പോൾ വെക്റ്റർ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ സർഫസ് ഓർ എ പ്ലെയിൻ ഓൺ 3-dimensional സ്പേസ്. നമ്മൾ ഏത് പോയിന്റ് എടുത്താലും അതിനൊരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു 2-dimensional ഒരു സർഫസ് ആണ്, റൈറ്റ്? ഒരു 2-dimensional സർഫസ് ആണ്. ഇതിനകത്ത് നമ്മൾ ഏത് പോയിന്റ് എടുത്താലും യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ ഡയറക്ഷൻ. യു സീ, ഏത് പോയിന്റ് എടുത്താലും അതിനൊരു പെർട്ടിക്കുലർ ഡയറക്ഷനും ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്. സോ വി ക്യാൻ കോൾ ദിസ് ആസ് എ വെക്റ്റർ ഫീൽഡ്. ഓക്കെ, ദിസ് ഈസ് അനദർ വൺ. ഒരു സ്പൈറൽ പോലെ വരുന്ന ഒരു ഡയറക്ഷൻ. ഏത് പോയിന്റിലും നമുക്കിതിങ്ങനെ കാണാൻ പറ്റും. അതിനൊരു പെർട്ടിക്കുലർ ഡയറക്ഷനും ഉണ്ടാവും, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതും ഒരു വെക്റ്റർ ഫീൽഡാണ്. ഓക്കെ, ഇതും 2-dimensional വെക്റ്റർ ഫീൽഡാണ്. 2 ഡയറക്ഷനുള്ള എക്സ് ആൻഡ് വൈ. ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ ഒരു പെർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡും ഒരു ഡയറക്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് മൂന്നും 2-dimensional വെക്റ്റർ ഫീൽഡുകളാണ്. ഓൾറൈറ്റ്, ദ ഫസ്റ്റ് 3 ഇത് മൂന്നും 2-dimensional ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇത് 3-dimensional ആണ്. ദർ ഈസ് an x-axis, y-axis and z-axis. ഏതൊരു പോയിന്റ് എടുത്താലും ദാറ്റ് ഹാസ് ഗോട്ട് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ഓർ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതും എന്താണ്, ഇതും ഒരു വെക്റ്റർ ഫീൽഡാണ്, ബട്ട് ഇൻ 3D. ഇത് 3-dimensional ഒരു വെക്റ്റർ ഫീൽഡാണ് നമുക്ക് ഈ തന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഫിസിക്കൽ സിറ്റുവേഷൻസ് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഈ സെക്കൻഡ് കേസ് നോക്കാം. നമ്മളൊരു ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് when you rotate that water, this is what you can see. ഇതിങ്ങനെ കാണാൻ പറ്റും. ബക്കറ്റിനകത്താകുമ്പോൾ 3-dimensional ആണ്. പിന്നെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ നമുക്കൊരു ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡും കാണാൻ പറ്റും. സോ വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്? അതിൻ്റെ വാട്ട് ഇറ്റ് മീൻസ് ബൈ ഇറ്റ്സ് ഡൈവേർജൻറ്റ്, ഇറ്റ്സ് കേൾ, അതൊരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ അത് ഫിസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണേണ്ട കുറേ മെഷേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ ഫസ്റ്റ് let's define the delta operator. ഈ ഡെൽറ്റ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മൾ ഗ്രേഡിയൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. ഡെൽ ഫൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രേഡിയൻറ്റ് ഡിഫൈൻ ചെയ്തായിരുന്നു, ഡെൽ ഫൈ. അപ്പോൾ ഈ ഡെൽ ഫൈക്കകത്തുള്ള ഡെൽ എന്ന് പറയുന്നത് വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ആസ് ജസ്റ്റ് ആൻ ഓപ്പറേറ്റർ. ഒരു വെക്റ്റർ ഓപ്പറേറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് ഡോ ബൈ ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ജെ. ഈ ഡെല്ലിന് മാത്രമായിട്ട് നമുക്ക് ഇതിങ്ങനെ ഇൻഡിവിജ്വലി it doesn't have an existence, but when you add a scalar function, it's like del phi, and that is nothing but I dou phi by dou x plus j dou phi by dou y plus k dou phi by dou z. അപ്പോൾ അല്ല, ഇപ്പോൾ ഡെറിവേറ്റീവ് d by dx എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മീനിങ് ഇല്ല നമുക്കറിയാം, d by dx. but when you operate this derivative some function sin x, this one has got a meaning, d by derivative of sin x, right? എന്ന് പറഞ്ഞ പോലെയാണ് ഡെൽ. ഇറ്റ്സ് ആൻ ഓപ്പറേറ്റർ. ഇതിന്റെ കൂടെ ഒരു സ്കെയിലാർ ഫംഗ്ഷൻ വരുമ്പോഴാണ് ഡെൽ ഫൈ, ഗ്രേഡിയന്റ് ഓഫ് ഫൈ എന്ന് പറഞ്ഞൊരു മീനിങ് വരിക. ഡെൽ എന്ന് മാത്രം പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ആൻ ഓപ്പറേറ്റർ, ലൈക്ക് ഡെറിവേറ്റീവ്, ഇന്റഗ്രൽ എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പറേറ്റർ ആണ് ഡെൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഗ്രേഡിയന്റ് ഫീൽഡ്. ഫൈ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ്സ് എ സ്കെയിലാർ ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസ്, then we define gradient of phi as del phi, this one. ഇതാണ് del phi നമ്മൾ ഡിഫൈൻ ചെയ്തത്. We have already seen this. Okay, and this is going to be vector field. ഇതൊരു വെക്റ്റർ ഫീൽഡ് ആണ്. phi എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആണെങ്കിൽ കൂടി when you find the gradient you will get a vector field. Okay, let's see an example of that. See, അപ്പോൾ നമ്മളൊരു 2-dimensional എക്സാമ്പിൾ എടുക്കാമെന്ന് വിചാരിക്കുക. phi of x y equal to x plus y, right? phi of x y equal to x plus y എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ഫാമിലി ഓഫ് സ്ട്രൈറ്റ് ലൈൻ. നമുക്ക് ഇങ്ങനെയുള്ള കുറേ സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ട് സീ ദാറ്റ് എക്സ് പ്ലസ് വൈ. ഇതാണ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന സർഫസ്.
ഇങ്ങനെയുള്ള സ്ട്രേറ്റ് ലൈൻസ് ആണ് ഈ യു ക്യാൻ സീ ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഈ ഫൈ ഓഫ് എക്സ് വൈക്ക് നമ്മളൊരു 1 കൊടുത്താൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും, റൈറ്റ്? അതായത് ഇതിലേ പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ. അല്ലെങ്കിൽ നമ്മൾ ഫൈ ഓഫ് എക്സ് വൈ 0 കൊടുത്താൽ യു വിൽ ഗെറ്റ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്. ദിസ് ഈസ് വാട്ട് ദാറ്റ് ലൈൻ. ഓക്കെ, ഫൈ ഓഫ് എക്സ് വൈക്ക് നമ്മൾ 2 കൊടുത്താൽ യു വിൽ ഗെറ്റ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2. ദിസ് ഈസ് വാട്ട് ദാറ്റ് ലൈൻ. 4 കൊടുത്താൽ യു വിൽ ഗെറ്റ് ദിസ് ലൈൻ. അപ്പോൾ ആക്ച്വലി ദിസ് വൺ ഗീവ്സ് യു എ ഫാമിലി ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് വെക്ടേഴ്സ് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ആസ് പെർ ഡെഫിനിഷൻ എന്താണ്? ഡെൽ ഫൈ മീൻസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ എന്ന് കിട്ടുക, റൈറ്റ്? അപ്പോൾ ഇതിനെ ഈ ഫൈ, ഇതാണ് ഫൈ. ഈ ഫൈയെ നമ്മൾ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സിമിലർലി ഡോ ഫൈ ബൈ ഡോ വൈ ദാറ്റ്സ് അഗെയിൻ 1. ഇത് രണ്ടും 1 ആണ്, റൈറ്റ്? അപ്പോൾ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 1i പ്ലസ് 1j, ഐ പ്ലസ് ജെ. ഐ പ്ലസ് ജെ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് 2 ഉള്ള 0ൽ നിന്ന് 1 1ലേക്കുള്ള വെക്ടേഴ്സ് ആണ്. ഏത് പോയിന്റിലും നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ ഫീൽഡ് കിട്ടും. സി, ഏത് പോയിന്റ് എടുത്താലും വിൽ ഗെറ്റ് ഐ പ്ലസ് ജെ എന്ന് പറയുന്ന ഒരു വെക്ടർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഒരു വെക്ടർ ഫീൽഡാണ്. സി, അല്ല, ഇതൊരു വെക്ടർ ഫീൽഡാണ്. അപ്പോൾ ഫൈ എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണെങ്കിൽ കൂടി വെൻ യു ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് യു വിൽ ഗെറ്റ് എ വെക്ടർ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻറ്റ് എന്ന് നമ്മൾ പറയുന്നത് ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് എന്നാണ് പറയുക. ബട്ട് വെൻ യു ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് ദ ആൻസർ ഈസ് ഗോയിങ് ടു ബി, ഓർ ദ ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ ഈസ് എ വെക്ടർ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ബട്ട് ഇൻ ടേംസ് ഓഫ് ഡെൽ നമ്മളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൂടെ നമ്മൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഡെഫിനേഷൻ ഈസ് ഡൈവേർജൻറ്റ്. എന്താണ് ഡൈവേർജൻസ് എന്ന് നോക്കാം. ഓക്കെ, ഡൈവേർജൻസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷൻ ഈസ് ഇൻ ത്രീ ഡയമെൻഷനിലാണ്. എഫ് ഐ പ്ലസ് ജി ജെ പ്ലസ് എച്ച് കെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുന്നു എന്ന് വിചാരിക്കും. ആൻഡ് ഇറ്റ്സ് എ വെക്ടർ ഫീൽഡ്, റൈറ്റ്? ഇതൊരു വെക്ടർ ഫീൽഡാണ്. അപ്പോൾ ഐയുടെ കോഎഫിഷ്യൻറ്റ് ഓൾവേസ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസെഡ്. അതുപോലെ ജെയുടെ കോഎഫിഷ്യൻറ്റ്, കെയുടെ കോഎഫിഷ്യൻ്റ് എല്ലാം എക്സ് വൈ ഇസെഡിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും വരിക. അപ്പോഴാണ് അതൊരു വെക്ടർ ഫീൽഡായിട്ട് മാറുക. ഓക്കെ, സോ ഡൈവേർജൻസ് ആക്ച്വലി വെൻ യു സ്റ്റഡി ദിസ് കോൺസെപ്റ്റ് ഡൈവേർജൻസ് എന്ന് മാത്രം പറയുന്നതിന് പകരം യു ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ് എന്ന് തന്നെ പഠിക്കാം. ഓക്കെ, ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്. So you'll be given a vector function f or a vector field f, then how to find the divergence of that ആണ് അതിൻ്റെ മെയിൻ. അപ്പോൾ ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൈവ് എഫ് എന്ന് എഴുതുക. ഓക്കെ, DIV-F എന്നാണ് എഴുതുക. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽ ഡോട്ട് എഫ്. ഡെല്ലിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കണ്ടു, ഒരു വെക്ടർ ഓപ്പറേറ്റർ ആണ്. ഡോട്ട് എഫ് എടുക്കുക, എഫുമായിട്ട് എന്ത് ചെയ്യുക? ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഡെൽ എന്ന് പറയുന്നത് ഇതായിരുന്നല്ലേ, ഐ ഡോ ബൈ ഡോ എ പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസെഡ് ഡോട്ട് എഫ് എന്ന് പറയുന്നത് എഫ് ഐ പ്ലസ് ജി ജെ പ്ലസ് എച്ച് കെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഡോ ബൈ ഡോ എക്സും എഫും, സോ ഡോ എഫ് ബൈ ഡോ എക്സ് പാർട്ട് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജി, ഡോ ജി ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എച്ച്, ഡോ എച്ച് ബൈ ഡോ ഇസെഡ്. അങ്ങനെയാണ് ഇതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഡെല്ലിൻ്റെയും എഫിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഡൈവേർജൻറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഡൈവേർജൻറ്റ് എന്ന് പറയുന്നത് ഒരു സർഫസിൽ കൂടി, ഇപ്പോൾ ഒരു പൈപ്പിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കും. അത് ഇതിൻ്റെ ഒരു മെഷറാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ ഒരു മെഷറാണ് നമുക്ക് കിട്ടുക. അത് കുറച്ചുകൂടെ ഫിസിക്കലായിട്ട് നമുക്ക് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ വിത്ത് അതിൻ്റെ ഒരു എന്താ പറയുക, കൃത്യമായൊരു വിഷ്വലൈസേഷനോട് കൂടി തന്നെ നിങ്ങൾ കാണിച്ചു തരും എന്താണ് ഡൈവേർജൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ രസകരമായ ഒരു കോൺസെപ്റ്റ് ആണ്. യു ക്യാൻ സെർച്ച് ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഡൈവേർജൻസ്, വെൻ യു ഫൈൻഡ് ദ ഡൈവേർജൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഡോട്ട് പ്രോഡക്റ്റ് ആണല്ലോ കൊടുക്കുക. ദിസ് ഈസ് നോട്ട് എ വെക്ടർ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡൈവേർജൻറ്റ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0, അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ മൊത്തം നിങ്ങൾക്ക് ഡൈവേർജൻസ് ലെസ് ദാൻ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ സിങ്ക് എന്ന് വിളിക്കും. ഓക്കെ, സിങ്ക് എന്ന് വിളിക്കും. അതുപോലെ ഡൈവേർജൻസ് ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ഒരു സോഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂസ് ഓഫ് ഡൈവേർജൻസ്,
നമ്മുടെ ഈ പറയുന്ന വെക്ടർ ഫീൽഡിലുള്ള ചില പോയിന്റുകളെ നമുക്ക് സിങ്ക് സോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കേൾ എന്ന് പറയാം. അപ്പോൾ ഡൈവേർജൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഡെൽ ഡോട്ട് എഫ് എന്നാണ്. ആൻഡ് കേൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഡെൽ ക്രോസ് എഫ് എന്നാണ്. ഡെൽ ക്രോസ് എഫ്. ഓക്കെ, അപ്പോൾ ഡെൽ എന്ന് പറയുന്നത് ദിസ് ഈസ് വാട്ട് ഡെൽ ഇസ്, റൈറ്റ്. അപ്പോൾ അത് ക്രോസ് എഫ്, എഫ് എന്ന് പറയുന്നത് FIGJHK ആണ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ എടുക്കും? IJK ദെൻ ഡെല്ലിൻ്റെ coordinates alle. So that is dou by dou x, dou by dou y, dou by dou z, and then coordinates of f f g h എന്ന് കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്ക് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് നമുക്കറിയാലോ. സോ I ടൈംസ് ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദിസ് വൺ. ഇതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ തന്നെ പറയാം. സോ h ടൈംസ് ഡോ ബൈ ഡോ വൈ എന്ന് എഴുതരുത്. ഓക്കെ, സോ h ടൈംസ് ഡോ ബൈ ഡോ വൈ ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. ദിസ് ഈസ് റോങ്. പകരം ഡോ ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ എച്ച്, അതാണ് എൻ്റെ മീനിങ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഡോ എച്ച് ബൈ ഡോ വൈ മൈനസ് ഡോ ജി ബൈ ഡോ ഇസെഡ്, ഇങ്ങനെ വേണം ഡിഫൈൻ ചെയ്യാൻ. മൈനസ് ജെ ടൈംസ് ഓക്കെ ഡോ എച്ച് ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് പ്ലസ് കെ ടൈംസ് ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേൾ ഡിഫൈൻ ചെയ്യുക. പക്ഷേ വെൻ യു ഫൈൻ കേൾ, എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ് ആണ്. വെൻ യു ഫൈൻ കേൾ അഗെയിൻ യു വിൽ ഗെറ്റ് അനദർ വെക്ടർ ഫീൽഡ്. ഇത് വീണ്ടും ഒരു വെക്ടർ ഫീൽഡ് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഡൈവേർജൻസ് കണ്ടാൽ യു വിൽ ഗെറ്റ് എ സ്കെയിലാർ ഫീൽഡ്. കാരണം ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്, സ്കെയിലാർ ആണ് കിട്ടുക. കേൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വെക്ടർ ഫീൽഡ് തന്നെയാണ് കിട്ടുക. ഓക്കെ, അടുത്തത് എന്താണ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്നാണ് നമ്മൾ പറയാം. കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ, ഇതിൻ്റെ ഇസഡ് കോർഡിനേറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു വെക്ടർ ഫീൽഡ്, 2 ഡയമെൻഷണൽ ഒരു വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ് എന്ന് പറയണമെങ്കിൽ ദിസ് കണ്ടീഷൻ ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ്. മീൻസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ must be equal to the partial derivative of g with respect to x. Dou f by dou y is equal to dou g by dou x. Okay, f നെ y കൊണ്ടും g x കൊണ്ടും ഡെറിവേറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ. അപ്പോൾ നമ്മൾ പറയും ഇത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ് എന്ന് പറയും. ഇത് 2 ഡയമെൻഷണൽ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ 3 ഡയമെൻഷണൽ കേസിന് ഡിഫൈൻ ചെയ്യാം. F is a vector field in 3D fi plus gj plus hk. അങ്ങനെയാണെങ്കിൽ ഇതൊരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആകുന്നത് കേൾ എഫ് 0 ആകുമ്പോഴാണ്. അല്ല, കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ യു വിൽ ഗെറ്റ് എ വെക്ടർ ഫീൽഡ് ആൻഡ് ദാറ്റ് ഹാസ് ടു ബി 0. അപ്പോൾ നമ്മൾ പറയും എഫ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈവേർജൻസ് എന്താണെന്ന് കണ്ടു, ഡെൽ ഡോട്ട് എഫ്. കേൾ എന്താണെന്ന് കണ്ടു, ഡെൽ ക്രോസ് എഫ്. ഇനി ഡെൽ ക്രോസ് എഫ് അല്ലെങ്കിൽ കേൾ 0 ആണെങ്കിൽ അത് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് പറയും. അത് 2 ഡയമെൻഷനിലേക്ക് വരുമ്പോഴും ആക്ച്വലി ഇറ്റ്സ് ഇനഫ് ടു ചെക്ക് കേൾ. പക്ഷെ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇത് മാത്രം നോക്കിയാലും മതിയാവും. ഓക്കെ, അപ്പോൾ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്താണെന്ന് കണ്ടു. ആൻഡ് വി ഹാവ് എ തിയറം ദാറ്റ് ഇഫ് എഫ് ഈസ് എ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്, എഫ് എന്ന് പറയുന്ന കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെന്ന് വിചാരിക്കാം. മീൻസ് കേൾ ഓഫ് എഫ് ഈക്വൽ ടു 0. 3 ഡയമെൻഷൻ ആണെങ്കിൽ, 2 ഡയമെൻഷൻ ആണെങ്കിലും കേൾ ഓഫ് 0 ആയിരിക്കും. ഓക്കെ, കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഈ എഫിനെ ഗ്രേഡിയന്റ് ഓഫ് സം സ്കെയിലാർ ഫീൽഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, then there exists a scalar field such that f is equal to del phi എന്ന് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആ സ്കെയിലാർ ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഓൾറൈറ്റ്, അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ എഫിനെ നമുക്ക് ഗ്രേഡിയന്റ് ഓഫ് സം സ്കെയിലാർ ഫീൽഡ് എന്ന് എഴുതാൻ പറ്റും. That scalar field is called scalar potential. Okay, that means f is given that fi plus gj plus hk എന്ന് പറയുന്ന f നമുക്ക് തന്നിട്ടുണ്ട്. So that has to be equal to dou phi by dou x. Del phi definition ആണല്ലോ, dou phi by dou xi, then dou phi by dou yj plus dou phi by dou zk. ഇതിൽ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് phi കണ്ടുപിടിക്കാൻ പറ്റും. Okay, that means ഇവിടെ dou phi by dou x must be equal to f ആയിരിക്കണം. അതുപോലെ ഡോ ഫൈ ബൈ ഡോ വൈ മസ്റ്റ് ബി ഈക്വൽ ടു ജി ആയിരിക്കണം. ആൻഡ് ഡോ ഫൈ ബൈ ഡോ ഇസെഡ് മസ്റ്റ് ബി ഈക്വൽ ടു എച്ച് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു ഇക്വേഷനൊക്കെ എടുത്തിട്ട് ഈ 3 കൂടെ കമ്പൈൻ ചെയ്തിട്ട്
integrate ചെയ്തിട്ട് നമുക്ക് phi കണ്ടുപിടിക്കാൻ പറ്റും. Okay, so if f is a scalar potential, if f is a conservative vector field, the corresponding scalar potential can be evaluated using these results. Okay, ഇത് സാധാരണ എക്സാമിനൊക്കെ വളരെ പ്രാധാന്യത്തോടെ ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. Okay, check whether a given function is conservative vector field and find its scalar potential എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. Okay, well, one more idea. ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു ഐഡിയ ആണ്. ദി ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയും. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഡെൽ ക്രോസ് ഡെൽ. ഡെൽ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. ആ ഡെല്ലിന് അതിനോട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. Okay, so this is what you will get. Dou square by dou x square plus dou square by dou y square plus dou square by dou z square. അപ്പോൾ ഇതിനാണ് നമ്മൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ എന്ന് നമ്മൾ വിളിക്കുക. Okay, for example, let's see an example. Phi is equal to x y square z cube ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ലാപ്ലേഷ്യൻ കാണണം. ഡെൽ സ്ക്വയർ ഓഫ് phi ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡെൽ സ്ക്വയർ ഓഫ് phi ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ phi ഇതാണെങ്കിൽ അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഫോർമുല. ഡോ സ്ക്വയർ phi by dou x square plus dou square phi by dou y square plus dou square phi by dou z square. That means we have to find the second derivative of this phi. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടുള്ളതും y കൊണ്ടുള്ളതും z കൊണ്ടുള്ളതുമായ സെക്കൻഡ് ഡെറിവേറ്റീവുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഡോ phi by dou x കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിക്കാം. പിന്നെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് കാണും. So we'll get y square z cube dou square z by dou x square. ഇതിനകത്ത് എക്സ് ഇല്ല, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ആൻഡ് ഡോ phi by dou phi by dou y is equal to 2xy z cube. y കൊണ്ട് മാത്രം ഡെറിവേറ്റീവ് കണ്ടാൽ മതി, എക്സും ഇതും കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ഡോ സ്ക്വയർ phi by dou y square. Again find the derivative with respect to y, and that is 2x z cube. Okay, now find the derivative of phi with respect to z. That is z cube ന്റെ മാത്രം ഡെറിവേറ്റീവ് ഉണ്ടാൽ മതി. So 3xy square അങ്ങനെ തന്നെ ഉണ്ടാവും, 3z square. Once again find the derivative of phi with respect to z. അല്ല, z square ന്റെ ഡെറിവേറ്റീവ് 2z ആണ്. So 6xy square z എന്ന് കിട്ടും. And now you substitute these values here. Okay, അപ്പോൾ ഫസ്റ്റ് 0 plus dou square phi by dou y square എന്ന് പറയുന്നത് 2x z cube plus 6xy square z. So this is what the Laplacian of this phi എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നൗ ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് വരെ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡൈവേർജൻസ് ആൻഡ് കേൾ ഓഫ് ദി വെക്റ്റർ ഫീൽഡ്. രണ്ട് ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്, രണ്ടും 3 ഡയമെൻഷണൽ വെക്ടേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം ചെയ്യും, സെക്കൻഡ് വൺ യു ഡു ആസ് എ ഹോംവർക്ക്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദ ഫസ്റ്റ് വൺ. ഫസ്റ്റ് നമ്മൾ ഡൈവേർജൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു, ഫോർമുല ഇതാണ്, ഡെൽ ഡോട്ട് എഫ് ആണ് പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റ് എക്സ് സ്ക്വയർ വൈ. ഓക്കെ, അതായത് ഐയുടെ കോഎഫിഷ്യന്റ് ഇതിനെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് കാണണം, പ്ലസ് ദെൻ ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് 2y ക്യൂബ് z, പ്ലസ് ദെൻ ഡോ ബൈ ഡോ z ഓഫ് കെയുടെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് 3z. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിച്ചാൽ മതി. Find the derivative of this one with respect to x. അപ്പോൾ 2xy എന്ന് കിട്ടും. 2xy plus then 2y cube z. y കൊണ്ട് ഡെറിവേറ്റീവ് ആണ്, അപ്പോൾ നമുക്ക് 6y square z എന്ന് കിട്ടും, പ്ലസ് 3z നെ z കൊണ്ട് ഡെറിവേറ്റീവ് ആണെമ്പോൾ 3 എന്ന് കിട്ടും. ഇതാണ് ഡൈവേർജൻസ്. ഡൈവേർജൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക, അതിനകത്ത് വെക്ടർ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഡൈവേർജൻസ് കണ്ടുപിടിക്കുക. ഐയുടെ കോഎഫിഷ്യന്റിനെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് ആണ്, പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് വൈ കൊണ്ട് ഡെറിവേറ്റീവ് ആണ്, പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് ഇസഡ് കൊണ്ട് ഡെറിവേറ്റീവ് ആണ് ആഡ് ചെയ്യുക. ഓക്കെ, hope you get that. Next one, curl of f. Curl of f. Formula ഇതാണ്, del cross f. ഇതാണ് ഫോർമുല. That is determinant I j k then dou by dou x
dou by dou y and dou by dou z. Alright, then ഇനി നമ്മൾ ഇതിൻ്റെ ഇയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് എഴുതണം. സോ ഇറ്റ്സ് എക്സ് സ്ക്വയർ വൈ and 2y cube z and 3z. Okay, now ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ I times dou by dou y of 3z minus dou by dou z of 2y cube z minus j times j വരുന്ന റോയും കോളം കളയാം. So dou by dou x of 3z minus dou by dou z of x square y plus k times dou by dou x of 2y cube z minus dou by dou y of x square y. Okay, and simplify it. So I times you will get a vector dou by dou y of 3z 0 minus z കൊണ്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ അല്ല ഇത് 0 ആവും. ഇതിനെ z കൊണ്ട് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 3 times 2 6. സോറി, ഇതിനെ z കൊണ്ട് ഡെറിവേറ്റീവ് ആണ്. ഇതിൻ്റെ വിത്ത് റെസ്പെക്ട് ഇത് 1 ആവും. സോ 2y ക്യൂബ് എന്നാണ് ഇത്. 2y ക്യൂബ് minus j dou by dou x of 3z. ഇതിനെ x കൊണ്ട് ഡെറിവേറ്റീവ് ആണ് 0 കിട്ടും. മൈനസ് ഇതിനെ z കൊണ്ട് ഡെറിവേറ്റീവ് ആകുമ്പോൾ x സ്ക്വയർ y ആണുള്ളത്. z കൊണ്ട് ഡെറിവേറ്റീവ് ആകുമ്പോൾ അതും 0 കിട്ടും. പ്ലസ് k ടൈംസ് dou by dou x of this one. ഇതിനകത്തും x ഇല്ല, അതുകൊണ്ട് അതും 0 ആവും. മൈനസ് dou by dou y of x square y. x square എന്ന് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. മൈനസ് 2y ക്യൂബ് i മൈനസ് എക്സ് സ്ക്വയർ k എന്ന് പറയുന്ന ഒരു വെക്ടർ കിട്ടും. അതായിരിക്കും കേൾ എന്ന് പറയുന്നത്. കേൾ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ ഫംഗ്ഷൻ ആയിരിക്കും എന്നതാണ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇത് എളുപ്പമാണല്ലോ അല്ലേ? അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഈ ഡൈവേർജൻറ്റും കേളും ഏത് ഫംഗ്ഷൻ തന്നാലും ഇതുപോലെ കണ്ടുപിടിക്കാൻ നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഹൗ ടു ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്, ദാറ്റ് ഷുഡ് ബി ഫെമിലിയർ ടു യു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെൽ ക്രോസ് എഫ് ആണ്. ഫസ്റ്റ് ഡെൽ ക്രോസ് എഫ് എന്തായാലും കണ്ടുപിടിക്കാം. ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ് ആൻഡ് സൈൻ എക്സ് cos x minus y then z. ഇങ്ങനെയാണ് കിട്ടുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ i ടൈംസ് വെക്ടേഴ്സ് ആണ് ഐ ജെ കെ. ഐ ടൈംസ് ഡോ ബൈ ഡോ വൈ ഓഫ് z മൈനസ് ഡോ ബൈ ഡോ z ഓഫ് cosine ഓഫ് x minus y. ഓക്കെ, മൈനസ് j ടൈംസ് വരുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് z മൈനസ് ഡോ ബൈ ഡോ z ഓഫ് സൈൻ എക്സ്. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് k ടൈംസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് cosine ഓഫ് x minus y മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ എക്സ്. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഐ ടൈംസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് 0 ആണ്. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കോസ് എക്സ് മൈനസ് വൈ, അതിനകത്തൊന്നും ഇസഡ് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ 0 ആണ്. റൈറ്റ്, മൈനസ് ജെ ടൈംസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് അതും 0 ആണ്. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് സൈൻ എക്സ് അതും 0 ആണ്. പ്ലസ് k ടൈംസ് what? ഡോ ബൈ ഡോ എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് വൈ. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. മൈനസ്
സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ എക്സ് ഇസ് 0. So the answer is minus sine of x minus y. ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഡെൽ ക്രോസ് എഫ് എന്ന് നമ്മൾ പറയും. ഡെൽ ക്രോസ് എഫ്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ് ആണ് അല്ലേ. റൈറ്റ്. അപ്പോൾ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡെൽ ക്രോസ് എഫിലെ ഐയുടെ കോഎഫിഷ്യന്റിനെ ഡോ ബൈ ഡോ എക്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ്, ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് ഇല്ല, അത് 0 ആണ്. അതുപോലെ ഡോ വൈ ഓഫ് ജെയുടെ കോഎഫിഷ്യന്റ് ഇല്ല, അതും 0 ആണ്. പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെയുടെ കോഎഫിഷ്യന്റ് മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് എന്താ നമുക്ക് കിട്ടുക? 0 എന്നാണ് കിട്ടുക. റൈറ്റ്, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ് കിട്ടുക. ആക്ച്വലി ഇത് ഈ പ്രോബ്ലം നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞാൽ ഡെൽ ഡോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡൈവേർജൻസ് ആണ് കിട്ടുക അല്ലേ. ഇത് ക്വസ്റ്റ്യൻ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ഡൈവേർജൻസ് ഓഫ് ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് കേൾ എഫ് ആണ്. കേൾ എഫ് ഇത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എഫ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിവിടെ കിട്ടിയ ആൻസർ 0 എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, പ്രൂവ് ദാറ്റ് ഗ്രേഡിയന്റ് ഓഫ് 1 by magnitude of r is equal to minus vector r by magnitude of r the whole cube. ഓക്കെ, r എന്ന് പറയുന്നത് വെക്ടർ r is always xi plus yj plus zk ആണ്. എൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഓൾ ടു ദി പവർ 1/2 എന്ന് എഴുതാം. അപ്പോൾ 1 by മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്ന് പറയുന്നത് ദിസ് വൺ ഓൾ ടു ദി പവർ മൈനസ് 1/2 ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഗ്രേഡിയൻ്റ് ആണ്, ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഫൈ എന്ന് വിളിക്കാം. 1 by മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ നമുക്ക് ഫൈ എന്ന് വിളിക്കാം. സോ ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ നമുക്ക് ആദ്യം വേണ്ടത് ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ്, അതായത് ഇതിനെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്താണെന്ന് നോക്കാം. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഓൾ ടു ദി പവർ മൈനസ് 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ മൈനസ് 1/2 ടൈംസ് ദിസ് വൺ ഓൾ ടു ദി പവർ മൈനസ് 1/2 മൈനസ് 1 അല്ലെങ്കിൽ മൈനസ് 3/2 എന്ന് കിട്ടും. ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x എന്ന് കിട്ടും. 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ മൈനസ് എക്സ്, ഈ മൈനസ് 3/2 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലേക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഓൾ ടു ദി പവർ 1/2 ദ ഹോൾ ടു ദ പവർ 3 എന്ന് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ ടു ദി പവർ 1/2 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ്. അപ്പോൾ ഇത് മൈനസ് എക്സ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഇത് ഡോ ഫൈ ബൈ ഡോ എക്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഡോ ഫൈ ബൈ ഡോ വൈ കണ്ടുപിടിച്ചാൽ മൈനസ് വൈ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ദ ഹോൾ ക്യൂബ്. അതുപോലെ ഡോ ഫൈ ബൈ ഡോ ഇസഡ് മൈനസ് ജി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഈ 3 വാല്യൂസും ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ ആൻഡ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് നമ്മുടെ ഗ്രേഡിയൻ്റ് ഓഫ് ഫൈയുടെ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് എക്സ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ദ ഹോൾ ക്യൂബ് ഐ പ്ലസ് മൈനസ് വൈ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ദ ഹോൾ ക്യൂബ് ജെ മൈനസ് ജി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ദ ഹോൾ ക്യൂബ് കെ എന്ന് കിട്ടും. മൈനസ് ഔട്ട് സൈഡ് എടുക്കാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ദ ഹോൾ ക്യൂബ് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ആർ എന്ന് കിട്ടും. സോ നെഗറ്റീവ് ആർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ദ ഹോൾ ക്യൂബ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു 2 ഡയമെൻഷണൽ വെക്റ്റർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത് എഫ് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്നാണ് ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഐയുടെ കോഎഫിഷ്യന്റ് നമ്മൾ എഫ് എന്ന് വിളിക്കുന്നു, ജെയുടെ കോഎഫിഷ്യന്റ് നമ്മൾ ജി എന്ന് വിളിക്കുന്നു. ഡോ ഫൈ ബൈ ഡോ വൈ ആണ്, ഡോ ജി ബൈ ഡോ എക്സ് ആണ്. ഡോ ഫൈ ബൈ ഡോ വൈ ഇതിനെ വൈ കൊണ്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ 6xy സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് കാണുമ്പോഴും 6xy സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സെയിം ആണ്. ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ്. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് കൺസർവേറ്റീവ് ആണെന്ന് പറയാം. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്കൊരു സ്കെയിലാർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ, ഡെൽ ഫൈ എന്ന് എഴുതാം. അപ്പോൾ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ എന്ന് വെച്ചാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഐയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു 2xy ക്യൂബ്. അതുപോലെ ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 1 + 3x സ്ക്വയർ വൈ സ്ക്വയർ. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഫൈ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിനെ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ഫൈ കിട്ടും. റൈറ്റ്, ഇതിനെ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇക്വേഷൻ 1നെ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രേറ്റ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഫൈ ഈസ് ഈക്വൽ ടു 2 ടൈംസ്, അപ്പോൾ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയും ബാക്കിയുള്ള വേരിയബിൾസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ x² / 2 y³ പ്ലസ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, x
എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. വി കോൾ ഇറ്റ് ആസ് എച്ച് ഓഫ് വൈ. ഓക്കെ, അപ്പോൾ 2 ക്യാൻസൽ ആവും. എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് എച്ച് ഓഫ് വൈ എന്ന് കിട്ടും. ഇതാണ് ഫൈ എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി ഫൈ നമുക്ക് കിട്ടി. പക്ഷെ അതിനകത്ത് നമുക്കൊരു അൺനോൺ ഫംഗ്ഷൻ ഉണ്ട് എച്ച് ഓഫ് വൈ. ഈ എച്ച് ഓഫ് വൈയും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഈ ഫൈയെ വൈ കൊണ്ട് വീണ്ടും ഡെറിവേറ്റീവ് ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, കാരണം ഓൾറെഡി ഡോ ഫൈ ബൈ ഡോ വൈ നമുക്കറിയാം ഇവിടെ. അപ്പോൾ ഈ ഫൈയെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ പ്ലസ് എച്ചിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ വൈ കൊണ്ട് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എച്ച് ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് എച്ച് ഡാഷ് ഓഫ് വൈ എന്ന് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡോ ഫൈ ബൈ ഡോ വൈ ആണ്, ഇതും ഒരു ഡോ ഫൈ ബൈ ഡോ വൈ ആണ്. ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഒരു 3x സ്ക്വയർ വൈ സ്ക്വയർ ഇവിടെ ഉണ്ട്, റൈറ്റ്. ബാക്കി വരുന്ന എച്ച് ഡാഷ് ഓഫ് വൈ തീർച്ചയായിട്ടും ഇതായേ പറ്റും, റൈറ്റ്. കമ്പയർ ചെയ്യുമ്പോൾ എച്ച് ഡാഷ് ഓഫ് വൈ മസ്റ്റ് ബി ഈക്വൽ ടു ദിസ് 1 എന്ന് കിട്ടണം. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 1 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എച്ച് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 1ൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ. വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1ൻ്റെ ഇൻ്റഗ്രൽ വൈ എന്നാണ് കിട്ടുക, പ്ലസ് ഒരു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എച്ച് ഓഫ് വൈ എന്താണെന്ന് കിട്ടി, വൈ പ്ലസ് ഇ ആണ്. ആക്ച്വലി നമ്മൾ ഫൈ കണ്ടുപിടിച്ചതിനകത്ത് എച്ച് ഓഫ് വൈ നമുക്ക് അൺനോൺ ആയിരുന്നു, ആൻഡ് വി ഗോട്ട് ഇറ്റ് നൗ വൈ പ്ലസ് ഇ. ദെയർഫോർ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് വൈ പ്ലസ് ഇ എന്ന് വരും. ഇ എന്ന് പറയുന്ന ഒരു റിയൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതാണ് ഫൈ എന്ന് പറയുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്കെയിലാർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്തത് ഇതിനെ ആദ്യം ഡോ ഫൈ ബൈ ഡോ എക്സിനെ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്, റൈറ്റ്. ഇതുപോലെ നമുക്ക് തിരിച്ചും ചെയ്യാം. ഡോ ഫൈ ബൈ ഡോ വൈയെ വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തും ചെയ്യാം. അതാണ് സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുക. ആ പാർട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആസ് എ ഹോംവർക്ക്. ഓൾറൈറ്റ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് സ്കെയിലാർ പൊട്ടൻഷ്യൽ. സ്കെയിലാർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ കേൾ എഫ് 0 ആണെന്ന് വെരിഫൈ ചെയ്യണം. കാരണം ഇത് 3 ഡയമെൻഷനിൽ ആണ്. അപ്പോൾ കേൾ എഫ് എടുത്തിട്ട് 0 ആണെങ്കിലാണ് ഇത് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കേൾ എഫ് ആണ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ്, ദെൻ 2xy ക്യൂബ് ഇസെഡ് ടു ദ പവർ 4, 3x സ്ക്വയർ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് ഇവിടെ എഴുതി. ഇനി ഇതിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഐ ടൈംസ് ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ്, ഇതിനെ y കൊണ്ട് ഡെറിവേറ്റീവ് കാണണം, അതാണ് ഇവിടെ എഴുതിയിരിക്കുക. ഇതിനെ z കൊണ്ട് ഡെറിവേറ്റീവ് കാണണം, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. രണ്ട് സെയിം വാല്യൂ കിട്ടും, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. അതുപോലെ തന്നെ ജെയുടെ കോഎഫിഷ്യന്റ് എഴുതുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ്, ഇതിനെ x കൊണ്ട് ഡെറിവേറ്റീവ് ആണ്, അപ്പോൾ 8xy ക്യൂബ് z ക്യൂബ് എന്ന് കിട്ടും. പിന്നെ ഇതിനെ z കൊണ്ട് ഡെറിവേറ്റീവ് ആണ്, അതും 8xy ക്യൂബ് z ക്യൂബ്, രണ്ട് സെയിം ആണ്, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് k ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ്, ഇതിനെ x കൊണ്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ 6xy സ്ക്വയർ z ടു ദി പവർ 4, ഇതിനെ y കൊണ്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ 6xy സ്ക്വയർ z ടു ദി പവർ 4, രണ്ട് സെയിം ആണ്, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ നമുക്ക് 0i പ്ലസ് 0j പ്ലസ് 0k അല്ലെങ്കിൽ 0 വെക്ടർ ആണ് കിട്ടുക. കേൾ എഫ് 0 ആണ്. കേൾ 0 ആയതുകൊണ്ട് എഫ് നമുക്ക് എന്തെന്ന് പറയാം, കൺസർവേറ്റീവ് ആണെന്ന് പറയാം. എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്കെയിലാർ പൊട്ടൻഷ്യൽ ഫൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഇനി നമുക്ക് ഫൈ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫൈ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഇവിടെ 3 എണ്ണം ഉണ്ടല്ലേ, 3 ഡയമെൻഷനിൽ ആണ്. സോ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഐയുടെ കോഎഫിഷ്യന്റ് എന്ന് എഴുതുക, ഡോ ഫൈ ബൈ ഡോ വൈ ജെയുടെ കോഎഫിഷ്യന്റ് എഴുതുക, ഡോ ഫൈ ബൈ ഡോ ഇസെഡ് കെയുടെ കോഎഫിഷ്യന്റ് എഴുതുക. ഓക്കെ, 1നെ നമ്മൾ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, 1നെ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ 2x എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ 2, 2 ക്യാൻസൽ ആയിപ്പോയിട്ട് എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസെഡ് ടു ദി പവർ 4 എന്ന് കിട്ടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എക്സ് കൊണ്ടാണ് ഡെറിവേറ്റീവ് കാണുന്നത്. നമുക്ക് 3 വേരിയബിളുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. ആ കോൺസ്റ്റന്റ് ബാക്കി 2 വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആയിരിക്കാം. വി കോൾ ഇറ്റ് ആസ് എച്ച് ഓഫ് വൈ ഇസെഡ് എന്നാണ് വിളിക്കുക. ഈ എച്ച് ഓഫ് വൈ ഇസെഡ് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ കിട്ടിയത്. നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ള ഡോ ഫൈ ബൈ ഡോ വൈ ഉണ്ട്, ഡോ ഫൈ ബൈ ഡോ ഇസെഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഫൈയെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാൻ മതി. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ വൈ കിട്ടും. അപ്പോൾ വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ എന്ന് കിട്ടും, റൈറ്റ്, ഇങ്ങനെ കിട്ടും. അപ്പോൾ എച്ചിൻ്റെ ഡെറിവേറ്റീവ് ഡോ എച്ച് ബൈ ഡോ വൈ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ഡോ ഫൈ ബൈ ഡോ വൈ കിട്ടി, ഇവിടെയും ഒരു ഡോ ഫൈ ബൈ ഡോ വൈ ഉണ്ട്. അതായത് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ഇക്വേഷൻ നമ്പർ 4 രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ 3x സ്ക്വയർ വൈ സ്ക്വയർ ഇസെഡ് ടു ദി പവർ 4 അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അഡീഷണൽ ടൈം ഉണ്ട്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ടൈം ഇല്ല. ദാറ്റ് മീൻസ് ഇത് 0 ആയേ പറ്റും. അപ്പോൾ ഡോ എച്ച് ബൈ ഡോ വൈ ഓഫ് വൈ ഇസെഡ് എന്തായി, 0 ആയി. അതായത് y കൊണ്ട് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 0 ആയി. അതിനർത്ഥം ഈ നമ്മുടെ എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് y ഇല്ല എന്നാണ് അതിനർത്ഥം, അല്ലേ. y ഇൻഡിപെൻഡന്റ് ആകുമ്പോഴാണ് y കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടുക. അപ്പോൾ ഇതിനകത്ത് y ഇല്ലെന്ന് അതിനർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എച്ച് ഓഫ് വൈ ഇസെഡ് എന്ന് പറയുന്നത് ഇസെഡിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫൈ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം.
ഈ എച്ച് ഓഫ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എച്ച് ഓഫ് ഇസഡ് മാത്രമായിട്ട് മാറി. ഓക്കെ, വീണ്ടും ഇതിനെ ഇനി ഇസഡ് കൊണ്ട് ഡെറിവേറ്റീവ് ആണ്. ഇക്വേഷൻ ഇതിനെ 5 എന്ന് വിളിക്കാം. ഇതിനെ ഇസഡ് കൊണ്ട് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കിട്ടി. ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് കിട്ടി. എച്ച് ഓഫ് ഇസഡിന്റെ ഡെറിവേറ്റീവ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ആണ്. ഓൾറെഡി നമുക്കൊരു ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഉണ്ട്. അത് 4x² y³ z³ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഡോ ഫൈ ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഈ ടൈം രണ്ട് സ്ഥലത്തും ഉണ്ട്, പക്ഷേ എച്ച് ഡാഷ് ഓഫ് ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ടൈം ഇല്ല. വിച്ച് മീൻസ് ഇത് 0 ആയേ പറ്റൂ. എച്ച് ഡാഷ് ഓഫ് ഇസ് മസ്റ്റ് ബി ഈക്വൽ ടു 0. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു റിയൽ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. എച്ച് ഓഫ് ഇസഡിന്റെ വാല്യൂ നമുക്ക് സി എന്ന് കിട്ടി. വീണ്ടും 5 നമുക്ക് എഴുതാം. x² y³ z⁴ പ്ലസ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്കെയിലാർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതാണ് സ്കെയിലാർ പൊട്ടൻഷ്യൽ. ഓക്കെ, so this is how we find the scalar potential of two-dimensional vector field and the three-dimensional vector field. Okay, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓൾറൈറ്റ്. ഓക്കെ.